വിദ്യാർത്ഥിയുടെ മാനസിക നിലയല്ല ചോദ്യം ചെയ്യപ്പെടേണ്ടത്, മറിച്ച് അധ്യാപകരുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മാനസിക നില എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കപ്പെട്ടത്. എനിക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല ആശങ്ക, ഈ അധ്യാപകർക്ക് ലഭിച്ച വിദ്യാഭ്യാസം എന്താണെന്നുള്ളതാണ് എൻ്റെ ആശങ്ക എന്നുള്ളത്. വിദ്യാർത്ഥികളെ പുഴുത്ത പട്ടി എന്ന് വിളിക്കുന്ന ഒരു അധ്യാപകനുള്ള കോളേജിനാണ് A+ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത്. ഒരു നായയുടെ ജീവന് കൽപ്പിക്കപ്പെടുന്ന പൊതു താല്പര്യം പോലും 13,000 കണക്കിന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. റിസർവേഷൻ എൻ്റെ അഭിപ്രായത്തിൽ നിർത്തലാക്കേണ്ടതാണ്. പക്ഷെ ആ നിർത്തലാക്കേണ്ട റിസർവേഷൻ EWS റിസർവേഷൻ ആണെന്നുള്ളതാണ്. 5-6 ദിവസം എടുക്കണമോ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിലെങ്കിലും പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് റാം എന്ന് പറയുന്ന അധ്യാപനെ അറസ്റ്റ് ചെയ്യാത്തത്? നിതിൻ രാജൻ അനുഭവിച്ച കാര്യത്തിനോട് ഐക്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയക്കകത്തൊരു പോസ്റ്റ് ചെയ്യുന്ന മനുഷ്യരായിരിക്കും തൊട്ടടുത്ത സെക്കൻഡിൽ കോളനി എന്ന് പറഞ്ഞുകൊണ്ടോ കോളനി വേണം എന്ന് പറഞ്ഞുകൊണ്ടോ കമന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റൈറ്റ് അവറിൽ ദിനുവയിൽ സ്വാഗതം. നിതിൻ രാജിൻ്റെ മരണത്തെക്കുറിച്ച് അറിയാമല്ലോ. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സാഹചര്യങ്ങൾ, അതിനെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഇപ്പോൾ അധ്യാപകൻ എന്ന സ്റ്റാറ്റസിലാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥിയാണ്, ഈ രണ്ട് സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ജാതിക്കൊലയായി തന്നെ ഇതിനെ കാണാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ചർച്ച ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മൾ സംസാരിക്കുന്നതിനൊടുവിൽ ഇന്ത്യക്കകത്ത് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത് കാണുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 കണക്ക് പ്രകാരം 13,000-ഓളം വിദ്യാർത്ഥികളാണ് ഒരു വർഷം ഇന്ത്യക്കകത്ത് ആത്മഹത്യ ചെയ്യുന്നത്. അതായത് ഒരു ദിവസം 38 വിദ്യാർത്ഥികളുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. 38 കുടുംബങ്ങൾക്കാണ് ഒരു ദിവസം അനാഥമാകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 38 കൂട്ടിക്കഴിഞ്ഞാൽ 66ഓളം മാതാപിതാക്കൾക്കാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ഒരു പക്ഷേ ഈ രാജ്യത്തിന്റെ ഹ്യൂമൻ റിസോഴ്സ് ആവുന്ന 38 വിദ്യാർത്ഥികൾ ഒരു ദിവസം നമുക്ക് നഷ്ടമാകുന്നു. ഈ 13,000 വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളാൽ നടത്തുന്ന ആത്മഹത്യകളായിട്ടല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. സുപ്രീം കോടതി തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു മഹാവ്യാധി എന്നാണ്. അമിത് കുമാർ കേസിനകത്ത് സുപ്രീം കോടതി ഈ ഒരു അവസ്ഥയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തെ കർഷക ആത്മഹത്യയേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ എത്തി നിൽക്കുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വളരെ കൃത്യമായി സൂയിസൈഡിനെ നമ്മൾ എപ്പോഴും വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രശ്നമായി കാണുകയും വ്യക്തിയുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് മാത്രം ഒതുക്കുക എന്നുള്ളതാണ് നമ്മൾ കാലാകാലങ്ങളായി ചെയ്തു പോരുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത്. 2024 ആകുമ്പോഴത്തേക്ക് ഒരു 6% വർധനവാണ് സ്റ്റുഡൻറ് സൂയിസൈഡിൽ ഉണ്ടായിട്ടുള്ളത്. 2026 ഒരു പക്ഷേ അത് ഇരട്ടിയായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്, കണക്കുകൾ എടുക്കേണ്ടത് കൂടിയാണ്. അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ സൂയിസൈഡിനെ ദുർക്കൈമിനെ പോലുള്ള സോഷ്യോളജിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സോഷ്യൽ ക്രൈമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതൊരു വ്യക്തി ചെയ്യുന്ന ഒരു ആക്റ്റായിട്ടല്ല നമ്മൾ സൂയിസൈഡിനെ മനസ്സിലാക്കേണ്ടത്. അത് കൃത്യമായി ഒരു സമൂഹം ചെയ്യുന്ന കൊലപാതകമായിട്ടാണ് നമ്മൾ സൂയിസൈഡിനെ മനസ്സിലാക്കേണ്ടത്. വിദ്യാർത്ഥിയുടെ മാനസിക നിലയല്ല ചോദ്യം ചെയ്യപ്പെടേണ്ടത്, മറിച്ച് അധ്യാപകരുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മാനസിക നില എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കപ്പെട്ടത്. ഇവിടെ ഈ പറയുന്ന കോളേജിന്, കണ്ണൂർ ഡെന്റൽ കോളേജിന് A+ ആണ് അക്രഡിറ്റേഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചിട്ടുള്ളത്. അക്രഡിറ്റേഷൻ വന്നിട്ടുള്ളത് നോക്കൂ, എന്ത് ക്വാളിറ്റിയുടെ പുറത്താണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് A+ ലഭിച്ചിട്ടുള്ളത്? വിദ്യാർത്ഥികളെ പുഴുത്ത പട്ടി എന്ന് വിളിക്കുന്ന ഒരു അധ്യാപകനുള്ള കോളേജിനാണ് A+ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത്. അവിടുത്തെ ചില വിദ്യാർത്ഥികൾ എന്നോട് സംസാരിക്കുകയുണ്ടായി. അവർ പറയുന്നത് ഉത്തരക്കടലാസ് കയ്യിൽ ചുരുട്ടി കൊടുത്തിട്ട് വീട്ടിൽ അമ്മയുടെ അടുപ്പിൽ കൊണ്ടുപോയി വെച്ചോ എന്നാണ് അധ്യാപകർ പറയുന്നതെന്നാണ്. 16ഓളം വിദ്യാർത്ഥികളെയാണ് അവിടെ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുന്നത്. വൈവെ അറ്റൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് അധ്യാപകർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥി ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങളുടെ ഭാവിയിലെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഒരു ഡോക്ടർ ആവുക എന്നതുപോലുമല്ല അവരുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ഈ സ്റ്റാഫ് റാഗിങ് ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുള്ള നിതിൻ രാജ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് സ്റ്റാഫ് റൂമിനെ കുറിച്ച് കൂട്ടമായി ആക്രമിക്കുന്ന ഒരു സ്ഥലം എന്നാണ്. എന്ത് തരത്തിലുള്ള ഒരു അധ്യാപകരാണ് ഈ മനുഷ്യർ? മിനിമം അധ്യാപനം പോലുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള മനുഷ്യരാണ് അവരെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജാതി തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കാരണം. നമുക്കറിയാം, നോക്കൂ, ഈ പറയുന്ന ഒരു വേളയിൽ അന്വേഷണത്തിലേക്കൊക്കെ തന്നെ കടക്കുന്ന ഘട്ടത്തിന് മുമ്പ് തന്നെ
അവിടുത്തെ വിദ്യാർത്ഥികളുടെ വാക്കുകൾ മാത്രം മതി എന്താണ് ഈ അധ്യാപകന്റെ ജാതി നില എന്ന് മനസ്സിലാക്കാൻ. ഒരു വിദ്യാർത്ഥിയെ ആദിവാസി വിഭാഗത്തിലെ വിദ്യാർത്ഥിയെ പോലെയുണ്ട് നിന്നെ കാണാൻ എന്ന് അപ്പോകാലിപ്റ്റോ പോലുള്ള ഒരു സിനിമ കാണിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തുക. എന്താണ് ഇദ്ദേഹം കേരളത്തിലെ ആദിവാസി വിഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇദ്ദേഹത്തിന്റെ ബോധ്യം എന്താണ്? 45,000-ഓളം കോളനികളിൽ നിന്ന് കഷ്ടപ്പെടുന്ന വരുന്ന വിദ്യാർത്ഥികളെ അപമാനിക്കാൻ വേണ്ടി നീയൊക്കെ കോളനി അല്ലേ എന്ന് ചോദിക്കുന്നത് ഒരു അധ്യാപകനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് തന്നെ ആ വ്യക്തിയുടെ ജാതി മനോനില എന്താണെന്നുള്ളത് വളരെ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിഭീകരമായിട്ടുള്ള ജാതി എന്ന് പറയുന്ന രോഗത്തിലാണ് ആ അധ്യാപകൻ കിടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി കേസിന്റെ ഒരു തുടർച്ചയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലമായി മനസ്സിലാക്കേണ്ടത് അമിത് കുമാറിന്റെ കേസ് തന്നെയാണ്. അമിത് കുമാർ സുപ്രീം കോടതിയിൽ എടുത്ത ഒരു കേസിന്റെ പുറത്താണ് ഇന്ത്യയിൽ ആകെ തന്നെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതും സുപ്രീം കോടതി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. ഈ അമിത് കുമാർ എന്ന് പറയുന്നത് IIT ഡൽഹിയിൽ 2023 ആത്മഹത്യ ചെയ്യേണ്ടി വന്ന, ഇതേപോലെ തന്നെ കാസ്റ്റ് അട്രോസിറ്റി അനുഭവിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അനിൽകുമാർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ സഹോദരനാണ്. ഇവരെന്തിനാണ് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നത്? 2023 ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത്. 2024 ഈ റിട്ട് ഹർജി സുപ്രീം കോടതിയിൽ പോകാൻ കാരണം ഒരു FIR ആ വിഷയത്തിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ലഭിക്കേണ്ട നീതിക്ക് വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥിയുടെ സഹോദരൻ സുപ്രീം കോടതിയിൽ പോയി 2 വർഷങ്ങൾക്ക് ശേഷം 2025 കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇത് ഒരു ദളിത് വിദ്യാർത്ഥി ആയതുകൊണ്ട് മാത്രം അനുഭവിക്കേണ്ടി വരുന്നതാണ്. നമ്മൾ ഇവിടെ കേരളത്തിൽ നടത്തുന്ന ഈ ഇൻസിഡന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൃത്യമായിക്കൊണ്ട് ഈ അധ്യാപകൻ 1:35 ഈ വിദ്യാർത്ഥി ബിൽഡിങ്ങിൽ നിന്ന് ചാടുന്നു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം 3:30 ഈ വിദ്യാർത്ഥി മരിക്കുന്നു. 1:50 ഈ PRO കൃത്യമായി പ്രിൻസിപ്പലിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സമയത്തിനകത്ത് ഈ വിദ്യാർത്ഥി ഇത്തരമൊരു അകാരണമായിട്ടുള്ള സംഭവം വിദ്യാലയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് പോലീസിനെ വിളിച്ചറിയിക്കാത്തത്? 6 മണി വരെ 3.5 മണിക്കൂറോളം സമയം ഈ വിദ്യാർത്ഥിയുടെ മൃതദേഹം അവർ മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന സമയത്ത് 3 മണിക്കൂർ അനാഥമായി അവിടെ കിടക്കേണ്ട ഒരു ശരീരമായിട്ട് ഇത് മാറുന്നത് അതൊരു ദളിത് വിദ്യാർത്ഥി ആകുന്നത് കൊണ്ട് മാത്രമാണ്. ആ വിദ്യാർത്ഥിയുടെ മരണത്തിന് പോലും അന്തസ്സില്ലാതെ അവിടെ കിടക്കേണ്ടി വരുന്നത്, പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ പോകാത്തത് വളരെ കൃത്യമായിക്കൊണ്ട് ആ വിദ്യാർത്ഥി ദളിത് വിഭാഗത്തിലൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെയാണ്. 2, എന്തുകൊണ്ടാണ് റാം എന്ന് പറയുന്ന അധ്യാപനെ അറസ്റ്റ് ചെയ്യാത്തത്? കാരണം അയാൾ വരുന്നത് ഒരു കോളനിയിൽ നിന്നല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വെറുതെ റോട്ടിലൂടെ നടന്നുപോയ വിനായകനെ കൊണ്ടുപോയിട്ട് പോലീസ് ആക്രമിച്ചതും തിരിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതുമുള്ളത് നമുക്കറിയാം. പേരൂർക്കടയിലെ ബിന്ദു എന്നല്ല അവിടെ അധ്യാപകയുടെ പേര് എന്നുള്ളത് കൊണ്ടാണെന്ന് കൂടി നമുക്കറിയാം. ഇത്ര ദിവസമായിട്ടും കേരള പോലീസ് പോലെ തന്നെ ഇത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സിന് ഈ കുറ്റാരോപിതനായിട്ടുള്ള അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതിൻ്റെ കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി എന്നുള്ള കാരണമാണ് പോലീസ് പറയുന്നത്. ഇത് ആരെ പറ്റിക്കാനാണ്? വളരെ കൃത്യമായിക്കൊണ്ട് കേരള ഹൈക്കോടതി ഇപ്പോൾ വെക്കേഷൻ ബെഞ്ചിലേക്ക് പോവുകയാണെന്നും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പുതിയ ലിസ്റ്റ് റോസ്റ്റർ വരാൻ വേണ്ടി സമയമെടുക്കുമെന്നും പുതിയ ലിസ്റ്റ് വന്ന് കോടതി എത്തുന്നവരെ ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സമയം കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ള സമയമാണ് കൊടുത്തിട്ടുള്ളത്. മുൻകൂർ ജാമ്യം അടക്കം കൊടുക്കാൻ വേണ്ടി. അതെ, തീർച്ചയായും. ഈ സമയത്തിന്റെ പേര് കൂടിയാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന ദൈർഘ്യമേറിയ സമയമുണ്ടല്ലോ, ആ സമയത്തിന്റെ പേര് കൂടിയാണ് ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ച SC/ST അട്രോസിറ്റി ആക്ടിന്റെ പ്രൊവിഷൻസ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്കാണ്, കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്കാണ്. കുറ്റാരോപിതനായ വ്യക്തി കോടതിയിൽ പറയേണ്ട വാദമാണ് ഒരു പക്ഷേ ഇത് ഈ വ്യക്തിയുടെ എന്തോ മാനസിക നില കാരണം അദ്ദേഹം ചെയ്തതാണ്, എനിക്കിതിൽ യാതൊരു പങ്കുമില്ലെന്ന്. ആ കഥയെ വളരെ കൃത്യമായിക്കൊണ്ട് പ്രസ് മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഒരു ജില്ലാ പോലീസ് മേധാവിയാണ് കെട്ടിയിറക്കി കൊടുക്കുന്നത്. ലോൺ ആപ്പുകാർ വന്നിട്ടല്ല പുഴുത്ത പട്ടി എന്ന് വിദ്യാർത്ഥിയെ വിളിച്ചത്. ലോൺ ആപ്പുകൾ വന്നിട്ടല്ല കോളനി എന്ന് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തത്. ലോൺ ആപ്പുകളല്ല ആദിവാസി വിഭാഗത്തിലെ വിദ്യാർത്ഥിയല്ലേ എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ലോൺ ആപ്പുകളല്ല വിദ്യാർത്ഥികളെ തോൽപ്പിച്ചത്. അവിടെ നിരന്തരം ഒരു വിദ്യാർത്ഥിയെ ചെരുപ്പൂരി മറ്റു വിദ്യാർത്ഥിയെ അടിക്കാൻ പറഞ്ഞത് ലോൺ ആപ്പുകളല്ല എന്നുള്ളത് പ്രകടമാണ്. ഇനി ഏതെങ്കിലും വിധത്തിൽ ഇതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധി ഈ വിദ്യാർത്ഥി നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്ക് ഒപ്പം നിൽക്കേണ്ട ആളുകളാണ് അധ്യാപക സമൂഹം എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പലിന്റെ ശമ്പളത്തിന്റെ പകുതിയായ 14,000 രൂപയുടെ വിലയാണോ ഇവരൊരു വിദ്യാർത്ഥിയുടെ ജീവന് കൽപ്പിക്കുന്നത് എന്നുള്ളത് ഇവർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവരുടെ ശമ്പളത്തിന്റെ 1/3 പോലും ഇല്ലാത്ത ഒരു തുകയുടെ പേരിലാണോ
ഇദ്ദേഹത്തിനെ ഈ പറയുന്ന പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് വിളിച്ചതെന്ന് ഇവർ വിശദമാക്കേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് പറയുന്നതായി മാധ്യമങ്ങളിൽ നിന്ന് അനുമാനിക്കുന്നത് ആ വിദ്യാർത്ഥി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ലോൺ ആപ്പുകൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ആ സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ ആ വിദ്യാർത്ഥിയെ പ്രേരിപ്പിക്കേണ്ട പ്രിൻസിപ്പളിന്റെ റൂമിൽ നിന്നാണ് ആ വിദ്യാർത്ഥി ഈ പ്രതിസന്ധിക്ക് ശേഷം കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. 14,000 രൂപയാണ് ഈ വിദ്യാർത്ഥികളുടെ ജീവന് ആ മാനേജ്മെന്റ് ഇട്ടിട്ടുള്ള വില എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് വെളിവാക്കുന്നത്. സ്റ്റാഫ് റൂമുകളെ കുറിച്ച് പറഞ്ഞത് ഇതിൻ്റെ വോയിസ് മെസ്സേജിൽ നമുക്കത് വ്യക്തമാണ്. ഇത് ഒരു അധ്യാപകൻ്റെ മാത്രം കുറ്റമല്ല, അധ്യാപകരെല്ലാവരും തന്നെ കുറ്റവാളികളല്ലേ ഇതിൽ? തീർച്ചയായിട്ടുമാണ്. അപ്പം ഡോക്ടർ BR അംബേദ്കർ തന്നെ പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തന്നെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനസ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. എനിക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല ആശങ്ക, ഈ അധ്യാപകർക്ക് ലഭിച്ച വിദ്യാഭ്യാസം എന്താണെന്നുള്ളതാണ് എൻ്റെ ആശങ്ക എന്ന് പറയുന്നത്. എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുടെ പുറത്താണ് ഇവർ അധ്യാപകരായിട്ടുള്ളത്? നോക്കൂ, വയനാട്ടിൽ നിന്നുള്ളൊരു കുട്ടി, നൂൽപ്പുഴയിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥി ഒരിക്കൽ എന്നോട് പറഞ്ഞത്, അവൻ ഡ്രോപ്പ് ഔട്ട് എന്നാണല്ലോ, കൊഴിഞ്ഞുപോക്ക് എന്നാണല്ലോ നമ്മുടെ എളുപ്പ പേര് എന്ന് പറയുന്നത്. ഈ കൊഴിഞ്ഞുപോക്കിൽ ഇന്ത്യക്കകത്ത് 60% ദളിത്, ബഹുജൻ, ആദിവാസി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ തന്നെയാണെന്നാണ്. വയനാട് ജില്ലയിൽ ഉറപ്പായിട്ടും നമ്മൾ സ്വാഭാവികമായ ഒരു പൂവ് കൊഴിയുന്ന പോലെയുള്ള കൊഴിഞ്ഞുപോക്കായിട്ടാണ് ഈ തല്ലിക്കൊഴിയലിനെ അടയാളപ്പെടുത്തുന്നത്. ആ വിദ്യാർത്ഥി പറഞ്ഞത്, എൻ്റെ ഊരിൽ നിരന്തരം വെള്ളം കയറുകയും കേരളത്തിൽ പ്രളയമാവണമെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഡിക്ലെയർ ചെയ്യണമല്ലോ, അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പോലും യോഗ്യമല്ലാത്ത ജീവിതമാണ് ഞങ്ങളുടേതെന്നാണ് ആ വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ മഴക്കാലത്തും വെള്ളം കയറിക്കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ അവനുണ്ടാവുന്ന സമയത്ത് ഹോംവർക്ക് എവിടെയെന്നാണ് ഇവൻ ദുരിതാശ്വാസ ക്യാമ്പിന് തിരിച്ചു ചെല്ലുമ്പോൾ അധ്യാപക ചോദിക്കുന്നത്. ഹോംവർക്ക് എവിടെയാണ്, നിനക്ക് എന്ത് സാധിച്ചു പറ്റിയെന്നുള്ളതല്ല. ഈ സവർണയായിട്ടുള്ള അധ്യാപികയോട് തൻ്റെ പുസ്തകങ്ങൾ ഒലിച്ചുപോയി എന്ന് പറയുമ്പോൾ നീ നുണ പറയുകയാണ്, TV ചാനലിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചിന്റെ പുറത്തും ക്ലാസ് റൂമിന്റെ പുറത്തും നിർത്തിയാണ് അവൻ പഠനം അവസാനിപ്പിക്കുന്നത്. അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ഒരു അധ്യാപകനാവാനാണ്. അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ക്വാളിറ്റി ഉള്ള ഒരു അധ്യാപകൻ ആവുക എന്നുള്ളതാണ് BEdലൂടെ എനിക്ക് സാധ്യമാവുന്നതെങ്കിൽ എനിക്കത് വേണ്ട. എനിക്ക് കുറച്ചുകൂടെ മനുഷ്യരെ മനസ്സിലാക്കണം, മനുഷ്യർക്കൊപ്പം നിൽക്കണം. അധ്യാപന സമ്പ്രദായം എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്നിലെ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്ന ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പഠനം നിർത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇത് കൃത്യമായി കേരളത്തിന്റെ അധ്യാപക സമൂഹത്തിനോടുള്ള കൃത്യമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. നോക്കൂ, ഇവിടെ നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ വന്നില്ല എന്നുള്ള വിമർശനം ഞാൻ അടക്കമുള്ള എല്ലാ മനുഷ്യരും തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന വിദ്യാർത്ഥികളുടെ ശരീരഭാഷ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. എന്ത് തരത്തിലുള്ള പേടിയാണ് അവരുടെ ശരീരത്തിനകത്തുള്ളത്. വിറച്ചാണ് വിദ്യാർത്ഥികളിൽ പലരും പറയുന്നത്. ഈ സംസാരത്തിന്റെ പേരിൽ ഞങ്ങളെ നിരീക്ഷിക്കാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ലാർജർ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുക്കോ കൃത്യമായി ഡിസിപ്ലിനറി ആൻഡ് പണിഷ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ഈ ലോകരാജ്യങ്ങൾക്കകത്ത് തന്നെ നിലനിന്ന കോർപ്പറൽ പണിഷ്മെന്റ്, അതായത് പ്രകടമായിട്ടുള്ള വധശിക്ഷ, പ്രകടമായിട്ടുള്ള തൂക്കിയിട്ടുള്ള അടികൾ, ഇതൊക്കെ തന്നെ ഇല്ലാണ്ടായിക്കൊണ്ട് ജയിൽ സമ്പ്രദായത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന്റെ പുറത്തൊന്നുമല്ല, മറിച്ച് ക്രൂരമായ അതിക്രമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ആ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട് തങ്ങളുടെ സോവർണിറ്റി, പരമാധികാരം ഇല്ലാണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് മനുഷ്യന്മാർ ഇത് ചെയ്തിട്ടുള്ളത്. സമാനമായിട്ടാണ് വിദ്യാഭ്യാസ മേഖലയുടെയും അവസ്ഥ. പ്രകടമായിട്ടുള്ള അടികൾ, പ്രകടമായിട്ടുള്ള വിദ്യാർത്ഥികളെ പുറന്തള്ളലുകൾ, ഒരുപക്ഷെ പ്രകടമായിക്കൊണ്ട് കേരളത്തിനകത്ത് ദളിത് വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിലേക്ക് കയറി ചെന്ന സമയത്ത് ജനൽ വഴി മറ്റ് വിദ്യാർത്ഥികൾ ഓടിപ്പോയ, സവർണ വിദ്യാർത്ഥികൾ ഓടിപ്പോയ ചരിത്രമാണല്ലോ നമ്മളുടേത്. ഈ പറയുന്ന ചേലക്കാമ്പിലെ അഭ്യാസികളെ കൊണ്ടുപോയിട്ട് മരവുഴൽ ചുരത്തേണ്ടി വരികയും അമ്മമാർ അരിവാളും പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ പുറത്ത് നിർത്തി, TT കേശവ ശാസ്ത്രി അടക്കമുള്ള 5 വിദ്യാർത്ഥികൾ അവരെ നിർത്തിക്കൊണ്ട് സ്കൂളിലേക്ക് പോയ, ഇതൊരു ഗുണ്ടാപ്പടയായിട്ട് സ്കൂളിലേക്ക് പോകേണ്ടി വന്ന ഗതികേടാണ് നമ്മുടെ കേരളത്തിനകത്ത് കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിനെ പേടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കകത്ത് ദളിത്, ആദിവാസി, മൈനോറിറ്റി വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത് കൃത്യമായിട്ട്. അപ്പോൾ ഈ അധ്യാപകർ, അതായത് പണ്ട് കാലത്ത് പഞ്ചമി കയറിയ സ്കൂളിന് തീയിട്ട അധ്യാപകരുണ്ടല്ലോ, ആ അധ്യാപകർ ഇന്നുമുണ്ട്. അവർക്ക് തീയിടാൻ ഭയമാണ്, പക്ഷെ അവർക്ക് വാക്കുകൾ എറിയാൻ യാതൊരു മടിയുമില്ല, അവർക്ക് അപമാനിക്കാൻ മടിയില്ല. ഈ റാം എന്ന് പറഞ്ഞ അധ്യാപകൻ തന്നെ പറഞ്ഞത്, അധ്യാപകർ അടിച്ചാൽ പ്രശ്നമാണെന്ന് നിയമമുണ്ട്, അതുകൊണ്ട് വിദ്യാർത്ഥിനിയെ കൊണ്ട് നീ നിന്റെ സഹപാഠിയെ അടിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് ജയിലിന് സമാനമായിട്ടുള്ള അവസ്ഥയാണുള്ളത്.
ജയിലിനകത്ത് എങ്ങനെയാണോ പനോപ്റ്റിക്കോൺ വ്യവസ്ഥയ്ക്കകത്ത് ഒരു ടവർ നിൽക്കുന്നത്, സമാനമായിക്കൊണ്ട് അധ്യാപകന്റെ നിരീക്ഷണത്തിലൂടെ, മാനേജ്മെന്റിന്റെ നിരീക്ഷണത്തിലൂടെ ഡോസൈൽ ബോഡീസ് എന്ന് ഫുക്കോ പറയുന്ന പോലെ തന്നെ സ്വയം നിയന്ത്രിക്കുന്ന ശരീരങ്ങളാക്കിക്കൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിനെ മാറ്റുകയാണ് അധികാരപ്രയോഗം. അവിടെ വടിയുടെ ആവശ്യമില്ല, അവിടെ ഏതെങ്കിലും രീതിയിൽ വധശിക്ഷയുടെ ആവശ്യമില്ല. നിങ്ങളെ സ്വയം കഴുത്തിലൊരു കുറുക്കും മുറുക്കാൻ വേണ്ടിയിട്ടോ സ്വയം ഒരു കെട്ടിടത്തിന്റെ മേലെ നിന്ന് തള്ളിയിടുവാനോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ഈ വിദ്യാലയത്തിന്റെ 5ാം നിലയിൽ നിന്ന് നിതിൻ ചാടുന്ന സമയത്ത് അത് ചാടലല്ലെന്നും ആ ചാടലിന്റെ പുറകിൽ റാം അടക്കമുള്ള ആളുകളുടെ ഉന്തലുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അധികാര ഘടന നിലനിൽക്കുന്നത് ജാതിയുടെ പുറത്താണ്. ആ അധികാരഘടന നിലനിൽക്കുന്നത് സ്വാശ്രയ മേഖല എന്ന് പറയുന്ന നവ ലിബറൽ പോളിസിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകളിലൂടെ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ അധികാരഘടനയെ നമുക്ക് ചോദ്യം ചെയ്യാതെ ഏതെങ്കിലും രീതിയിൽ നിതിന്റെ വിഷയത്തിൽ സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല ഇത്. രോഹിത് വെമുല മരിച്ചതിന് ശേഷം അപ്പാ റാവു അടക്കമുള്ള ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ രാധിക വെമുലയ്ക്ക് കുറച്ച് അധികം പണം കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പം അമ്മയുമായിട്ട് ഞാൻ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, നിങ്ങൾ തരുന്ന ഈ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് എനിക്ക് എൻ്റെ മകന് ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ വായ ഇനി ഒരിക്കൽ പോലും തുറക്കുന്ന അവസ്ഥ എനിക്കില്ല, അവൻ മണ്ണോട് ചേർന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പണം എനിക്ക് തരുന്നത് എന്നുള്ളതാണ്. നിതിൻ്റെ വീട്ടിലും നിതിൻ്റെ ശരീരം, മൃതശരീരം കയറി ചെല്ലുന്ന സമയത്ത് നിതിൻ്റെ അമ്മ അലമുറയിട്ട് പറയുന്നത് അവനൊരു ചായ ഇട്ട് കൊടുക്കൂ എന്നുള്ളതാണ്. ഏത് വിക്ടിം കോമ്പൻസേഷനാണ് ഈ വിടവ് നികത്താൻ വേണ്ടി പറ്റുക? ഈ വിദ്യാർത്ഥികളൊന്നും തന്നെ അവരുടെ മാത്രം സ്വപ്നങ്ങളായിട്ടല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നത്. അത് ഈ അമ്മമാരുടെയും അച്ഛന്മാരുടെയും സ്വപ്നം കൊണ്ട് മാത്രമല്ല. ഈ സ്വപ്നം ഒരു നാടിൻ്റെ, ഒരു സമുദായത്തിൻ്റെ സ്വപ്നമാണ്. 1.5 വർഷക്കാലം പണിമുടക്കിക്കൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആളുകൾ നേടിത്തന്ന വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണത്. ഇന്ത്യയിൽ ഒരുപക്ഷെ മറ്റെല്ലാ സമൂഹവും രക്ഷിതാക്കളുടെ കൈ പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കയറി ചെന്ന സമയത്ത് വിദ്യാഭ്യാസം ലഭിക്കാൻ സ്വാതന്ത്ര്യ സമരത്തോളം നീണ്ട സമരങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി നടത്തേണ്ടി വന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലെ ദളിത് ആദിവാസി സമൂഹം എന്ന് പറയുന്നത്. അങ്ങനെ നാം നേടിയെടുത്ത വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനാണ് ഇവർ ഈ സമയങ്ങളിൽ അറവുശാലകളാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ആ വിദ്യാർത്ഥിയുടെ വീട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ അമ്മ ഇറങ്ങി ഓടുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നോക്കൂ, ഇന്നും ഒരു വാടക വീട്ടിൽ കേരളമുണ്ടായി കൊട്ടിഘോഷിക്കുന്ന ഭൂപരിഷ്കരണം ഉണ്ടായിട്ടുള്ള ഒരു കേരളത്തിനകത്ത് ഇന്നും ഈ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടാവുന്നത്, ഇന്നും ലോൺ എടുക്കേണ്ട ഒരു വിദ്യാർത്ഥി ഉണ്ടാവുന്നത് എവിടെയാണ്? SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന വർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കപ്പെടുന്ന തുകകൾ ചെന്നെത്തുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രം തന്നെയാണ്. ആ വീട് ഒരു സാക്ഷിയാണ്. ഈ കേസിനകത്തെ ഒരു സാക്ഷി ആ വീടാണ്, ആ വാടക വീടാണ്. 45,000-ഓളം കോളനികൾ നമ്മുടെ മുന്നിൽ ഇതേപോലെ തന്നെ സാക്ഷികളായിട്ടുണ്ട്. ഇന്ത്യക്കകത്തെ, കേരളത്തിനകത്തെ മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾക്കകത്ത് വലിയ രീതിയിൽ ഭൂമി കൈയടക്കി വെച്ചിട്ടുള്ള ഭൂമാഫിയകൾ ഇവിടെ നിൽക്കുന്ന സമയത്താണ് സ്വന്തം വീടിൻ്റെ അടുക്കള തോണ്ടിക്കൊണ്ട് ശവസംസ്കാരം നടത്തേണ്ട ഗതികേട് ആദിവാസി വിഭാഗത്തിലെ ആളുകൾ അട്ടപ്പാടിയിൽ ഉണ്ടാവുന്നത്. ഇവിടെ നിതിൻ മരിച്ചിട്ട് കുഴിച്ചിടാൻ മണ്ണില്ലായിരുന്നു. ഒരു കുഞ്ഞ് മരിച്ചിട്ട് ആ കുഞ്ഞിനെ അടക്കാൻ ഭൂമിയില്ലാത്ത ഒരു അച്ഛനും അമ്മയും ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗതികേടാണ് ഈ കേരളത്തിനകത്ത് ദളിത് ആദിവാസി സമൂഹത്തിനെ സംബന്ധിച്ച്. അവരുടെ ബന്ധുവിൻ്റെ വീട്ടിലാണ് ശരീരം അടക്കേണ്ടി വന്നിട്ടുള്ളതെന്നാണ്. മരണപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലും തങ്ങളുടെ മണ്ണിൽ അടക്കാൻ പറ്റാത്ത ഗതികേടിലേക്ക് കേരള മോഡൽ വികസനം ചെന്നെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അതുകൂടിയാണ്. ഗ്രാൻഡ് സ്കീമുകൾ ഇത്ര അധികം വൈകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമ്പോൾ ഗ്യാസ് കുറ്റി ചുമക്കേണ്ടി വന്നിട്ടുള്ള ആദിവാസി വിഭാഗത്തിലെ ഗവേഷകരായിട്ടുള്ള വിദ്യാർത്ഥി ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ തന്നെയുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ വിദ്യാർത്ഥി JRF ഫെലോഷിപ്പ് ഇതുവരെ കിട്ടാഞ്ഞിട്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഞങ്ങളുടെ സർവകലാശാലയ്ക്കകത്ത് തന്നെ ഞാൻ നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് സ്കീമിനകത്തും. അപ്പോൾ കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും ഏറ്റവും അധികം നീട്ടിക്കൊണ്ടുപോകുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പദ്ധതികളാണ്. പ്രജാസഭയ്ക്കകത്ത് മഹാത്മാ അയ്യങ്കാളി പറഞ്ഞിട്ടുള്ള പൊയ്കേലപ്പച്ചനും ഒക്കെ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉച്ചഭക്ഷണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്ലാസ് റൂമുകളിൽ തല കറങ്ങി വീഴുന്നത് അവർക്ക് വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ല, അവർക്ക് യോഗ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടാണ്. പിന്നീട് അതാണല്ലോ ഉച്ചഭക്ഷണ സ്കീമൊക്കെ ആയിട്ട് പിന്നീട് വരുന്ന സർക്കാരുകൾ ഏറ്റെടുത്തിട്ടുള്ളത്.
അന്ന് പ്രജാസഭയ്ക്കകത്ത് പറഞ്ഞ ആവശ്യങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. കൃത്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്തുണയും സാമൂഹ്യ പിന്തുണയും നൽകാതെ വളരെ കൃത്യമായി കൊണ്ട് സംഘടിതമായി തന്നെ ഈ വിദ്യാർത്ഥികളെ പുറന്തള്ളുകയാണ്. ഈ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. നിങ്ങൾ ഒരു പക്ഷേ രോഹിത് വെമുലയും പായൽ തഡ്വിയെയും ദർശൻ സോളങ്കിയും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരിലൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. ഇവരാരും പഠിക്കാത്ത വിദ്യാർത്ഥികളായിരുന്നില്ല. നിതിൻ രാജും പഠിക്കാത്ത വിദ്യാർത്ഥി ആയിരുന്നില്ല. പഠിച്ചതിൻ്റെ പേരിലാണ് ഇവർ ആക്രമിക്കപ്പെട്ടത്. പഠിച്ചതിൻ്റെ പേരിലാണ് ഇവർ അധിക്ഷേപിക്കപ്പെട്ടത്. ഞങ്ങളുടെ ഇടങ്ങളിൽ പഠിക്കാൻ നിങ്ങൾ യോഗ്യരല്ല എന്നുള്ളതാണ് കൃത്യമായി ഈ സിസ്റ്റം നിരന്തരം അവരോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വ്യക്തിപരമായി വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ ടേബിളിൽ ഇപ്പുറത്തിരിക്കേണ്ടത് ഒരുപക്ഷെ രോഹിത് വെമുല ആയിരുന്നേക്കാം, ദർശൻ സോളങ്കി ആയിരുന്നേക്കാം, 2004 കേരളത്തിൽ തന്നെ ആത്മഹത്യ ചെയ്ത രജനി എസ് ആനന്ദ് ആയിരിക്കാം. ഇന്ന് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 45ഓളം വയസ്സായി ഒരു കുടുംബമായി സ്നേഹത്തോടെ കേരളത്തിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു രജനി എസ് ആനന്ദ് എന്ന് പറയുന്നത്. അന്ന് 1000 രൂപയുടെ പേരിലാണ് അത് സംഭവിച്ചതെങ്കിൽ, 1000 രൂപയുടെ പേരിൽ കൃത്യമായ ജാതി വിവേചനം അനുഭവിച്ചിട്ടാണ് അവർ ചാടിയതെങ്കിൽ, അന്ന് 7 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയ ഒരാൾ 5 നില കെട്ടിടത്തിന്റെ അകത്തുനിന്ന് ഇന്ന് ചാടേണ്ട ഗതികേടാണ് നിതിൻ രാജിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നത്. കേരളം സാഹചര്യങ്ങൾക്ക് യാതൊരു മാറ്റവും ദൃശ്യമല്ല അദൃശ്യമാണ് ജാതി എന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. ജാതി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ജാതി സമൂഹത്തിൽ ദൃശ്യമാണ് എന്ന് അത് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ആർക്കും. അതിനെക്കുറിച്ച് പറയുന്നവർ ജാതിവാദികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതെ, ഞാനൊരു പക്ഷേ മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ എന്ന് പറയുന്നത്, ഓക്കെ ഈ പ്രശ്നമൊക്കെ മാറ്റാം, റിസർവേഷൻ സിസ്റ്റം അങ്ങ് മാറ്റി വെച്ചോളൂ എന്നാണ്. അതാണോ? അതെ, ഒരു വിദ്യാർത്ഥി മരിച്ച് അവൻ്റെ ശരീരം അടക്കി 4-5 മണിക്കൂറിനകത്ത് നമ്മൾ ഏറ്റവും വികാരപൂർവ്വം നമ്മുടെ ഒരു സഹോദരൻ മരിച്ച വേദനയോടെ പങ്കെടുക്കുന്ന ഒരു ചർച്ചയ്ക്കകത്താണ് ഇത് സംഭവിക്കുന്നത്. നോക്കൂ, നിതിൻ രാജ് ഞാൻ വരുന്ന അതേ സമുദായത്തിൽപ്പെട്ട ഒരാളല്ല. എൻ്റെ അതേ ഇവർ പറയുന്ന ജാതിവാദികളാണല്ലോ, അപ്പോൾ ജാതി സമുദായത്തിൽപ്പെട്ട ആളല്ല, മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇത്രയും ജോഗ്രഫിക്കൽ ദൂരത്ത് കിടക്കുന്ന നിതിൻ രാജ് മരിക്കുമ്പോൾ കോഴിക്കോട് വീടുള്ള എനിക്ക് വേദനിക്കുന്നത്? ആ വേദനയുടെ പേര് സാഹോദര്യം എന്നുള്ള മൂല്യം തന്നെയാണ്. ഇന്ത്യക്കകത്തോ കേരളത്തിനകത്തോ മറ്റു മനുഷ്യർക്ക് വേദനിക്കാതിരിക്കുന്നത്, പക്ഷേ പഴയിടം നമ്പൂതിരി ഞാൻ പാചകം നിർത്തുന്നു എന്ന് പറയുമ്പോൾ വേദനിക്കുകയും വാസവനടക്കമുള്ള മിനിസ്റ്റർ വീട്ടിലേക്ക് കയറുകയും ചെയ്യുന്നതിനെയാണ് സവർണ സാഹോദര്യം എന്ന് പറയുന്നത്. വാസവൻ മിനിസ്റ്റർക്ക് നാളിതുവരെയായിട്ട് ഈ വീട്ടിലൊന്ന് കയറി ചെല്ലാൻ തോന്നിയില്ലല്ലോ. ആ തോന്നലിൻ്റെ പേരാണ് ഈ പറയുന്ന ജാതീയത എന്ന് പറയുന്നത്. തോന്നലില്ലായ്മയുടെ പേരാണ് ജാതീയത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു രീതിയിലും സാഹോദര്യ മൂല്യമില്ലാത്തൊരു സമൂഹമായിട്ടാണ് നമ്മൾ മാറുന്നത്. അംബേദ്കർ കൃത്യമായി ജനാധിപത്യത്തെ ഒരു ഘടന എന്നുള്ളതിൽ നിന്ന് മോചിപ്പിച്ചാണ് അതിനെ ഒരു ജീവിത രീതിയാക്കി മാറ്റിയിട്ടുള്ളത്. ആ ജീവിത രീതിയിൽ സമത്വവും സാഹോദര്യവും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളായിട്ടാണ് അംബേദ്കർ പറയുന്നത്. ആ മൂല്യങ്ങളുള്ള ജീവിത രീതി നമുക്കില്ല. നമ്മൾ ഒരു പക്ഷേ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ എല്ലാവരും ചെന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ വോട്ട് ചെയ്ത കേരളത്തിലെ ഏറെക്കുറെ മനുഷ്യർക്കൊന്നും നിതിൻ രാജ് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു കാരണമായി മാറാത്തത് യഥാർത്ഥത്തിൽ അവർ വോട്ട് ചെയ്യുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമായതുകൊണ്ട് കൂടിയിട്ടാണ്. അവരുടെ ഉള്ളിൽ ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ടാണ്, ഉള്ളിൽ സാഹോദര്യ ബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ തെരുവുകൾ ഇത്ര നേരമായിട്ടും യാതൊരു രീതിയിലും പ്രക്ഷോഭങ്ങളില്ലാത്തത്. വളരെ കൃത്യമായി ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10,000-കണക്കിന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ ആത്മഹത്യ ചെയ്യുന്നതിനെ ഒരു മാനസികാരോഗ്യ പ്രശ്നമായിട്ടാണ് പലരും കാണുന്നതെന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ ചികിത്സ വേണ്ടത് ഈ ഒരു മാനസികാരോഗ്യ പ്രശ്നം എന്ന് പറയുന്ന ഈ ഒരു വസ്തുതയ്ക്കല്ല. ഇവിടെ ചികിത്സ വേണ്ടത് സമൂഹത്തിനാണ്, ഈ അധ്യാപകർ എന്ന് പറയുന്ന ഒരു വർഗത്തിനാണ്. കാരണം വിദ്യാർത്ഥികളാണല്ലോ ഇതിൽ കൂടുതൽ ആത്മഹത്യയിൽ ഇരകളാക്കപ്പെടുന്നത്. എങ്ങനെയാണ് അവർക്കൊരു ചികിത്സ കൊടുക്കാൻ കഴിയുക? അല്ലെങ്കിൽ എന്ത് പരിഹാരമാണ് ഇതിനുള്ളത്? നോക്കൂ, ഇവിടെ ആത്മഹത്യകൾക്കകത്ത് പലപ്പോഴും കേരളവും ഇന്ത്യയും ഒക്കെ ഇന്ന് ഫോളോ ചെയ്യുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡുകൾ പറയുന്നത് വളരെ കൃത്യമായിക്കൊണ്ട് ആത്മഹത്യകൾക്ക് ശേഷം ശരീരം ഓട്ടോപ്സിക്ക് വിധേയമാക്കുകയും പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പുഴുത്ത പട്ടി എന്ന് എൻ്റെ അധ്യാപകൻ വിളിച്ചു എന്ന് മരണപ്പെട്ട ഒരു ശരീരത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിളിച്ചു പറയാനാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യോളജി, സൈക്കോളജി അടക്കമുള്ള അക്കാഡമിക് അറീനകൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള സൈക്കോ സോഷ്യൽ ഓട്ടോപ്സി പോലുള്ള മോഡലുകളുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ആത്മഹത്യയെ വ്യക്തി കേന്ദ്രീകൃതമായി ചുരുക്കാതെ അതൊരു സാമൂഹിക പ്രശ്നമായി കണ്ടുകൊണ്ട് ആ വ്യക്തിയെ ആ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങളെ, ആ വ്യക്തി കടന്നുപോയ എല്ലാ എൻവയൺമെൻറ്റുകളെയും പരിശോധിച്ചുകൊണ്ട് വിലയിരുത്തുന്ന ഒരു കാര്യമാണ് സൈക്കോ സോഷ്യൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്.
നിങ്ങൾ നിതിൻ്റെ കാര്യം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് നിതിന് ഇത്തരം വിദ്യാർത്ഥികൾക്ക് അവരുടെ അച്ഛനെയും അമ്മയും ഒന്ന് ഓർത്തുകൂടായിരുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത്? നോക്കൂ, 2 വർഷക്കാലം തൻ്റെ വീട്ടിലിരുന്ന് ഒരു എൻട്രൻസ് കോച്ചിങ്ങിൻ്റെയും പിൻബലമില്ലാതെ ആ മെറിറ്റിൻ്റെ പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജ് ഇല്ലാതെ പഠിച്ച വിദ്യാർത്ഥിയാണ് നിതിൻ എന്ന് പറയുന്നത്. തൻ്റെ അധ്യാപകരെ ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യരും ഇല്ലാതിരുന്ന സമയത്ത് കൃത്യമായി തൻ്റെ അധ്യാപകനെ ചോദ്യം ചെയ്തിട്ടുള്ള യു ആർ ആൻ ഇഡിയറ്റ് എന്ന് പറഞ്ഞപ്പം നിങ്ങളാണ് ഇഡിയറ്റ്, ഇത് പറഞ്ഞ നിങ്ങളാണ് ഇഡിയറ്റ് എന്ന് തിരിച്ചു പറഞ്ഞ നിതിനാണ് നമ്മൾ മാനസിക ആരോഗ്യത്തിന് ചികിത്സ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മെച്ചപ്പെടുമായിരുന്നു എന്ന് പറയുന്നത്. ഇത്ര കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് പേരിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തൊരു മനുഷ്യൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരെത്തി കണ്ണൂരിലെ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് 1 വർഷത്തോളം സർവൈവ് ചെയ്തൊരു വിദ്യാർത്ഥിയെ കുറിച്ചിട്ടാണ് നമ്മൾ ആ വിദ്യാർത്ഥികൾക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്ന് കൃത്യമായി പറയുന്നത്. ഈ വിദ്യാർത്ഥികൾ അച്ഛനെയും അമ്മയും ഓർത്തോ എന്നുള്ളതല്ല ചോദ്യം. ഈ അധ്യാപകർ തങ്ങളുടെ കുഞ്ഞിനെ പോലെ, തങ്ങളുടെ സഹോദരങ്ങളെ പോലെ ഈ വിദ്യാർത്ഥികളെ കണ്ടിരുന്നോ എന്നുള്ളതാണ് ചോദ്യം എന്നുള്ളത്. ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി പറ്റുക 2 ലെയർ സംവിധാനങ്ങൾ തന്നെ നമുക്ക് വേണം. ഈ സുപ്രീം കോടതിക്കകത്ത് തെരുവ് നായ ശല്യം അടക്കം വന്ന സമയത്ത്, നായ്ക്കൾ പിടിച്ച സമയത്ത് വ്യാപകമായി ഫയൽ ചെയ്തൊരു കാര്യമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് എന്ന് പറയുന്നത്, പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. ഒരു നായയുടെ ജീവന്റെ പുറത്ത് അനേകം ആനിമൽ ആക്ടിവിസ്റ്റുകൾ ഇവിടെ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഡൽഹിയിൽ വരെ. ഒരു നായയുടെ ജീവന്റെ പുറത്ത് ഇവിടെ അനേകം മനുഷ്യർ കൃത്യമായി കൊണ്ട് പൊതു താല്പര്യ ഹർജികളുമായി സുപ്രീം കോടതിയിലേക്ക് ഓടി. ഇന്നേരമായിട്ടും ഒരു പൊതു താല്പര്യ ഹർജി പോലും ദളിതരല്ലാത്ത മനുഷ്യർ, ആദിവാസികളല്ലാത്ത മനുഷ്യർ, OBC വിഭാഗത്തിൽ പെടാത്ത മനുഷ്യർ, വിദ്യാർത്ഥികളുടെ ആത്മഹത്യ സംബന്ധിച്ച് ഒരു കോടതികൾക്കകത്തും ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതിൽ നിന്നാണ് ആരുടെ പൊതു താല്പര്യം എന്നുള്ളത് വ്യക്തമാവുന്നത്. ഒരു നായയുടെ ജീവന് കൽപ്പിക്കപ്പെടുന്ന പൊതു താല്പര്യം പോലും 13,000 കണക്കിന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സുപ്രീം കോടതിയിൽ പോയ ഏത് കേസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സുഹദേവ് സാഹു കേസാണെങ്കിലും അമിത് കുമാർ കേസാണെങ്കിലും, ഇതിനൊക്കെ പോയിട്ടുള്ള അച്ഛനമ്മമാർ എന്ന് പറയുന്നത് ഈ മാർജിനലൈസ് വിഭാഗത്തിലെ അച്ഛനമ്മമാർ തന്നെയാണ്. അവർ കോടതിയിൽ പോയിട്ട് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഇനിയൊരു കുഞ്ഞിനും ഇത് സംഭവിക്കരുത് എന്ന ജാഗ്രത മൂലമാണ് അവർ കോടതിക്കകത്ത് പോയത്. തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന നഷ്ടം ഇനിയൊരു മനുഷ്യനും നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തിന് പുറത്ത് തന്നെയാണ് അവർ കൃത്യമായി കോടതികൾക്കകത്ത് പോയത്. രാധിക വിമുല അടക്കമുള്ള അമ്മമാർ കോടതിയിൽ പോയതിനെ തുടർന്നാണ് UGC കൃത്യമായിട്ട് ഇക്വിറ്റി ഗൈഡ് ലൈൻസിൻ്റെ അകത്ത് 2015 ഇക്വിറ്റി ഗൈഡ് ലൈൻസിൻ്റെ അകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് 2026 പുതിയ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കൂ, 10ഓ 50ഓ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ പലയിടത്തായിക്കൊണ്ട് ബ്രാഹ്മണവാദികളായിട്ടുള്ള ഹിന്ദുത്വവാദികളായുള്ള ആ വിദ്യാർത്ഥികൾ സമരം ചെയ്തതിൻ്റെ ഒറ്റ പേരിലാണ് ആ റെഗുലേഷൻ്റെ അകത്ത് നിന്നൊരു പിന്നോട്ട് പോക്കുണ്ടാവുകയും സുപ്രീം കോടതി പോലും ഇടപെട്ടുകൊണ്ട് അതിനൊരു സ്റ്റേ കൊടുക്കുകയും ചെയ്തത്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ സുപ്രീം കോടതി വരെ യാത്ര ചെയ്യേണ്ടി വന്ന അമ്മമാർ അതിൽ നിന്ന് നേടിയെടുത്ത വിധിക്ക് പുറത്ത് UGC നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ 100 സവർണർ വിചാരിച്ചാൽ മാറ്റാവുന്നതാണ് എന്നുള്ളതാണ് ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്ന ലോജിക്. ഇതേ ലോജിക് നമുക്ക് EWSന്റെ കാര്യത്തിലും കാണാം. ഒരു മനുഷ്യനും തെരുവിലിറങ്ങാതെ ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട സുന്ദരമായിട്ടുള്ള ബില്ലാണ് EWS എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിസുന്ദരമായ 103ാം അമെൻമെന്റ് നമുക്ക് സാധ്യമായിട്ടുണ്ടായിരുന്നു മനുഷ്യർക്ക്. ഇതാണ് സവർണർ 100 ആണെങ്കിലും അതിന് കൊടുക്കുന്ന മൂല്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒരു പോലും ഉണ്ടായിട്ടില്ല. 10%. അതെ 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 ഒരു മനുഷ്യന് ഒരു മൂല്യം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു മൂല്യം മനുഷ്യർക്ക് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇതൊക്കെ തന്നെ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാരിനും ഇടപെടാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി വ്യാപകമായി പല സംസ്ഥാനങ്ങളിലായി പ്രഷറുകൾ നടത്തുന്നുണ്ട്. കേരളത്തിന് കൃത്യമായിക്കൊണ്ട് നിലവിൽ ജാതിപരമായുള്ള അതിക്രമങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UGC റെഗുലേഷൻസ് ഇപ്പോൾ 2015 അത്ര പ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ അകത്ത് വ്യക്തമായ സൗകര്യങ്ങളുമില്ല. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ കൃത്യമായിക്കൊണ്ട് പ്രത്യേക ആക്ടുകൾ പാസ്സാക്കേണ്ട ഒരു അവസ്ഥയാണ് ഒന്നാമതായി നിലനിൽക്കുന്നത്. 2, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസത്തിന്റെ പോരായ്മയാണ്. നമ്മൾ ആരോടാണ് പരാതിപ്പെടേണ്ടത്? അക്രമികളോട് തന്നെയാണ് പരാതിപ്പെടേണ്ടിയിരിക്കുന്നത്. കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന സ്റ്റാഫ് റൂം എന്ന് നിതിൻ പറഞ്ഞ ആ സ്റ്റാഫ് റൂമിലെ അധ്യാപകരുള്ള സമിതികളിലൂടെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന റാം എന്ന് പറയുന്ന അധ്യാപകനാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ ചുമതല. കാരണം സ്വന്തം പേരിൽ വരാവുന്ന പരാതി ഏറ്റവും എളുപ്പം തീർക്കാൻ പറ്റുന്നത് സ്വയം കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെയാണല്ലോ, ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഈ സ്റ്റാഫ് റാഗിംഗ് കമ്മിറ്റിയാണല്ലോ അത് വേറൊരു തരത്തിൽ.
അപ്പം ഇത്തരം ഈ പറയുന്ന പൊസിഷൻസിലേക്ക് വരുന്ന ആളുകളുടെ കോമ്പീറ്റൻസി എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നുള്ള കാര്യം, അവരുടെ മെറിറ്റ് എന്താണ്, ഈ റാം എന്ന് പറയുന്ന അധ്യാപന മെറിറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പം വളരെ കൃത്യമായി കൊണ്ട് ഒരു ഗ്രീവൻസ് റിഡൽ മെക്കാനിസം അത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ തന്നെ ഒരു മോണിറ്ററിംഗ് വ്യവസ്ഥയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസിംഗ് മെക്കാനിസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി വരേണ്ടതുണ്ട്. അത്തരമൊരു മെക്കാനിസത്തിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്നും അവരുടെ റെഗുലേഷൻസിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ അമിത് കുമാർ കേസിനകത്ത് സുപ്രീം കോടതി പുറപ്പെടുപ്പിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. 6 മാസത്തിനകം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾക്കകത്ത് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും കൃത്യമായി നടപ്പിലാക്കേണ്ട മെന്റൽ ഹെൽത്ത് പോളിസിയെ കുറിച്ച് അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മാനസിക സമ്മർദ്ദം ഒരു ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ സാമൂഹിക കാരണങ്ങൾ അന്വേഷിക്കേണ്ടതെന്ന് അടിവരയിട്ടുകൊണ്ട് അതിനകത്ത് പറയുന്നുണ്ട്. കേരളത്തിലെ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ നയം നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിനകത്ത് എത്ര പേർ തയ്യാറായി എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. എത്ര സർവകലാശാലകൾ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട മാൻഡേറ്റ് എന്ന് പറയുന്നത് റെഗുലർ സെൻസിറ്റൈസേഷൻ നൽകണം അധ്യാപകർക്ക് എന്നുള്ളതാണ്. ഈ റെഗുലർ സെൻസിറ്റൈസേഷൻ തീർച്ചയായിട്ടും ജാതി വിരുദ്ധരായിട്ടുള്ള മനുഷ്യരായി അവരെ മാറ്റാൻ വേണ്ടി, വിദ്യാർത്ഥി സൗഹൃദമുള്ള അധ്യാപകരായിട്ട് അവരെ മാറ്റാൻ വേണ്ടിയുള്ള രീതിയിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൃത്യമായി അധ്യാപക ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കകത്തും അധ്യാപക സിലബസുകൾക്കകത്തും കൃത്യമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അവസാനമായിട്ട് ഇതിൽ കൃത്യമായിട്ട് നിയമപരമായ അടിയന്തരമായ പരിരക്ഷകളും നിയമപരമായ അടിയന്തരമായിട്ടുള്ള നടപടികളും നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം പത്രസമ്മേളനങ്ങൾ, ലോൺ ആപ്പിന്റെ കഥകൾ പറയുന്ന പത്രസമ്മേളനങ്ങളല്ല വേണ്ടത്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 98 പ്രാവശ്യം CDR പരിശോധിച്ച സമയത്ത് നിതിന്റെ ഫോണിലേക്ക് വിളിച്ചു എന്നാണ് പറയുന്നത്. ഒരു CDR പോലെ വളരെ കോൺഫിഡൻഷ്യലായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം ലഭിക്കാവുന്ന ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഒരു നാളിതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും CDRന്റെ കണക്ക് പോലീസ് വന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത്? കേസിന്റെ വിശദാംശങ്ങൾ ഒരിക്കലും പുറത്തുവിട്ടുള്ള ചരിത്രമില്ല. എക്സാക്ട്ലി. വളരെ കൃത്യമായി കേസിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നു. അധ്യാപികയുമായി ബന്ധപ്പെട്ട് അവർക്ക് വന്നുള്ള ചാറ്റുകൾ, ആ ചാറ്റുകൾ എളുപ്പത്തിൽ പുറത്തുവിടുന്നു. എവിടെയോ ഫോൺ ഓഫാക്കിയിരിക്കുന്ന റാം ഉണ്ടല്ലോ, ആ റാമിന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള എക്സിബിറ്റ് 1, 2, 3 വളരെ കൃത്യമായി കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി നൽകിയിട്ടുണ്ട്. ഫോൺ ഓഫാക്കി വെച്ച റാമിന് എത്ര കോളുകൾ വന്നുവെന്നോ, റാം ഈ സമയത്ത് എവിടെയായിരുന്നുവെന്നോ, റാം ഈ സമയത്ത് ആരൊക്കെ വിളിച്ചോ എന്നുള്ള CDR ഇൻഫർമേഷൻസ് നാളിതുവരെ പോലീസ് ചെക്ക് ചെയ്യുകയോ നാളിതുവരെ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുകയോ ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പാളിച്ചകൾ അഥവാ അക്യൂസ്ഡ് ആയുള്ള വ്യക്തിക്ക് വേണ്ടി നടത്തിക്കൊടുത്തുള്ള സേവനങ്ങൾ വളരെ പ്രകടമാണ്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്ന രീതിയിൽ നമ്മുടെ പോലീസ് ഫോഴ്സുകൾക്കകത്തും റിഫോമുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, രോഹിത് വെമുലയുടെ സംഭവം നടക്കുമ്പോഴൊക്കെ രോഹിത് വെമുലയെ കുറ്റക്കാരനാക്കാനുള്ള ശ്രമമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു, അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് രോഹിത് വെമുലയെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചത്. അതേ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഈ രോഹിത് വെമുല ആക്ട് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതുപോലെ തന്നെ UGCയുടെ റെഗുലേഷൻ, ഈ രോഹിത് വെമുല ആക്ട് നടപ്പാക്കുന്നതിന് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് UGCയുടെ റെഗുലേഷൻസ് വരുന്നത്. അത് സുപ്രീം കോടതിയിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നടപ്പാക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? ഇത് നടപ്പിലാക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ജാതീയത നടപ്പിലാക്കുന്നതിൽ അവർക്ക് അത് അവസാനിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. അവർ കൈയടക്കി വെച്ചിട്ടുള്ള പ്രിവിലേജുകളുടെ ലോകമുണ്ടല്ലോ, മെറിറ്റ് എന്ന് അവർ വിളിച്ച് വിശേഷിപ്പിക്കുന്ന പ്രിവിലേജുകളുടെ ലോകം, ആ ലോകം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന അധികാര വ്യവസ്ഥയ്ക്ക് തന്നെ കോട്ടം തട്ടുമെന്നുള്ളതാണ്. അംബേദ്കർ എന്തുകൊണ്ടാണ് എഡ്യൂക്കേറ്റ്, അഗിറ്റേറ്റ്, ഓർഗനൈസ് എന്ന് പറഞ്ഞതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ പോയിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാവാൻ വേണ്ടി വിദേശ സർവകലാശാലയിൽ പഠിക്കുന്ന അംബേദ്കറിനോട് ആവശ്യപ്പെട്ടപ്പോൾ അംബേദ്കർ ഇപ്പോഴില്ല പിന്നെ എന്നാണ് പറഞ്ഞത്. അത് രാജ്യസ്നേഹത്തിന്റെ കുറവ് കൊണ്ടല്ല, രാജ്യസ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ടാണ്. ഈ രാജ്യത്തിലെ അടിസ്ഥാന വിഭാഗത്തിലെ മനുഷ്യരെ കൂടി ഈ രാജ്യത്തിന്റെ പൗരരായി കണക്കാക്കുന്നത് കൊണ്ടാണ്. അംബേദ്കർ എഡ്യൂക്കേറ്റ്, അഗിറ്റേറ്റ്, ഓർഗനൈസ് എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രം പ്രാവർത്തികമാവുന്ന ഒരു അഗിറ്റേഷനെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. ആ അഗിറ്റേഷനിലൂടെ സംഘടനയിലേക്ക് മനുഷ്യർക്ക് വരാമെന്നുള്ളതാണ്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ സവർണത ഭയക്കുന്നത്. അടിസ്ഥാന വർഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ജാതീയത ചോദ്യം ചെയ്യപ്പെടുമെന്നും ആ ജാതീയതയിൽ നിന്ന്
വളരെ എതിർത്തുകൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് ഈ ഒളിഗാർക്കിക് സ്ട്രക്ചറിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന, സവർണ മേധാവിത്വം കൈയടക്കിയ പൊസിഷൻസിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് കൃത്യമായി ഈ വിദ്യാർത്ഥികളെ പുറന്തള്ളുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത്തരം പുറന്തള്ളലുകൾ എന്ന് പറയുന്നത് സിസ്റ്റമിക് ആയിക്കൊണ്ട് ഇവർ നേടിയെടുത്ത പ്രിവിലേജുകൾ നിലനിർത്തുക എന്നുള്ളതിൻ്റെ ആവശ്യം കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ നിതിൻ രാജിനെ അനുഭവിച്ച കാര്യത്തിനോട് ഐക്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയക്കകത്തൊരു പോസ്റ്റ് ചെയ്യുന്ന മനുഷ്യരായിരിക്കും തൊട്ടടുത്ത സെക്കൻഡിൽ കോളനി എന്ന് പറഞ്ഞുകൊണ്ടോ കോളനി വേണം എന്ന് പറഞ്ഞുകൊണ്ടോ കമന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എവിടെയാണ് ക്ലാസ് റൂമിൽ ജാതി എന്നും നിങ്ങൾ ഒരു ലോൺ ആപ്പ് കഥ ഇങ്ങനെ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞ മനുഷ്യരോട് ക്ലാസ് റൂമുകൾക്കകത്ത് ഗ്രാൻഡ് കിട്ടാൻ വേണ്ടി നിരന്തരം സ്റ്റാഫ് റൂമുകളിലും ക്ലാസ് റൂമിലും എണീറ്റ് നിൽക്കേണ്ടി വന്ന സമ്പ്രദായം കേരളം അവസാനിപ്പിച്ചത് EWS സംവരണം അനുഭവിക്കുന്ന മനുഷ്യർക്ക് സംവരണം വന്നപ്പോഴും അവരുടെ അന്തസ്സ് നിലനിർത്താൻ വേണ്ടിയാണ് ഈ സമ്പ്രദായം കേരളത്തിന്റെ ക്ലാസ് റൂമുകൾക്കകത്ത് അവസാനിപ്പിച്ചതെന്ന് വളരെ കൃത്യമായി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കൃത്യമായൊരു പാറ്റേൺ കൂടിയാണ്. രോഹിത്തും പായൽ തഡ്വിയും അടക്കമുള്ള ആളുകൾ രജനി എസ് ആനന്ദിന്റെ കന്യാകത്വത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ള ഇടമാണല്ലോ കേരളം എന്ന് പറയുന്നത്. വിക്ടിമാകപ്പെട്ട മനുഷ്യർക്ക് ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം പോലും അന്തസ്സ് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് മാത്രം അനുഭവിക്കേണ്ടി വരുന്നതാണ്. രോഹിത് വെമുലയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ്, അതിന്റെ ആധികാരികതയെക്കുറിച്ചാണ് ചോദ്യം ഉണ്ടായത്. നിതിൻ രാജിന്റെ ലോൺ ആപ്പിന്റെ കണക്കുകളെ കുറിച്ചിട്ടാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം എല്ലാ കാലത്തും വിക്ടിമായിട്ടുള്ള മനുഷ്യർ എന്ന് പറയുന്നത് കൃത്യമായിക്കൊണ്ട് ഈ വിഭാഗത്തിലെ മനുഷ്യരാകുന്ന സമയത്ത് അവരുടെ വിക്ടിം ബ്ലെയിമിങ് ചെയ്യുക എന്നുള്ളത് ഈ സവർണ സമൂഹങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് നിതിൻ രാജിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ക്യാമ്പസിനുള്ളിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമാണോ എന്നൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. ഒട്ടും തന്നെ പര്യാപ്തമല്ല. അപ്പം SCCI പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ട് തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജാതീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻസിൻ്റെ അകത്തേക്ക് ഈ ഡിസ്ക്രിമിനേഷനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും വാദങ്ങൾ നമുക്ക് നടത്തേണ്ടി വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാലക്കാട് എത്തിയാണ് ഒരു മീറ്റിങ്ങിനകത്ത് ദളിതരായിട്ടുള്ള വിദ്യാർത്ഥികളെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞ സമയത്ത് അതൊരു പബ്ലിക് വ്യൂവിലുള്ള സ്ഥലത്തിനകത്ത് സംഭവിച്ചാൽ മാത്രമല്ലേ ഇത് പ്രശ്നമാവുകയുള്ളൂ, ഇത് പബ്ലിക് വ്യൂവിൻ്റെ അകത്തുള്ള സ്ഥലമല്ലല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം എന്നുള്ള രീതിയിലുള്ള ഡിഫൻസ് വരെ അപ്പുറത്തെ ഭാഗത്തുള്ള സവർണറായിട്ടുള്ള മനുഷ്യർക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അനേകം പോരായ്മകൾ എക്സിസ്റ്റിംഗ് നിയമത്തിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിനകത്ത് SCC പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിനകത്ത് തന്നെ കൃത്യമായി FIR കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നോൺ കംപ്ലൈൻസിന് വേണ്ടിയിട്ട് പോലീസുകാർക്കെതിരെ കൂടി ശിക്ഷ സ്വീകരിക്കാവുന്ന ഒരിടമാണ്, ഒരു സ്ട്രെങ്ത് ഈ ആക്ടിനുണ്ട്. പക്ഷേ കേരളത്തിൽ എത്ര പോലീസുകാരാണ് നിരന്തരം FIR വൈകപ്പെട്ട മനുഷ്യർക്കെതിരെ കേരളത്തിനകത്ത് ഇതുപോലെ തന്നെ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുത്തിട്ടുള്ളതെന്ന് നമ്മൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്ത് പോരായ്മകളുണ്ട്. അതോടൊപ്പം തന്നെ ആക്ടിൻ്റെ കോണ്ടന്റിൻ്റെ അകത്തും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇപ്പോൾ നിലവിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സർവകലാശാലകളും അവരുടെ റെഗുലേഷനുകൾക്കകത്ത് സുതാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുമായുള്ള കൺസൾട്ടേഷനുകളിലൂടെ മാത്രം വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ടോപ്പ് ലെയറിൽ ഇരിക്കുന്ന അക്കാഡമീഷ്യൻസ് ആയിട്ടുള്ള മനുഷ്യർ മാത്രം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പലപ്പോഴും SC/ST സെല്ലുകളുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് പോലും ഇല്ല. ഞങ്ങളുടെ സർവകലാശാലയ്ക്കകത്ത് ഞാൻ കൂടെ കമ്മിറ്റി മെമ്പർ ആയിക്കൊണ്ട് SC/ST റെഗുലേഷൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ റെഗുലേഷൻസിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതല്ലാതെ അധ്യാപകർക്ക് തോന്നുന്ന പ്രശ്നങ്ങളും അധ്യാപകർക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാനാവുന്ന പെനാൽറ്റികളും അടങ്ങുന്ന രീതിയിലാണ് ഇത് നിലവിലുള്ളത്. അപ്പം ആന്റി റാഗിംഗ് പ്രൊവിഷൻസ് മാത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പ്രൊവിഷൻസ് ഏതെങ്കിലും രീതിയിൽ അധ്യാപകർക്ക് ബാധകമാവുന്ന ഒന്നായിരുന്നെങ്കിൽ എന്നോ എക്സ്പെല് ചെയ്യപ്പെട്ട് പോകേണ്ട ഒരു മനുഷ്യനാണ് ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥി ചെയ്യുന്ന പ്രശ്നങ്ങൾക്കെതിരെയാണ് ഡിസിപ്ലിനറി കമ്മിറ്റികൾ എന്ന് പറയുന്ന സർവൈലൻസ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അധ്യാപകർ ചെയ്യുന്ന പ്രശ്നങ്ങളെ വിദ്യാർത്ഥികൾക്ക് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം വളരെ പരിമിതമാണ് സർവകലാശാലകൾക്കകത്ത്. യൂണിവേഴ്സിറ്റി തലത്തിൽ ഓംബുഡ്സ്മാൻ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് അധ്യാപകരുമായി ബന്ധപ്പെട്ട പരാതികൾ
കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ കമ്മിറ്റികളും അതിന് മുകളിലുള്ള അപ്പീൽ കമ്മിറ്റികൾക്കകത്തും ഇരിക്കുന്ന മനുഷ്യരുടെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒട്ടും സെൻസിറ്റീവ് അല്ലാതെ സീനിയോറിറ്റിയുടെ ബേസിലും മറ്റേതെങ്കിലുമൊക്കെ സോക്കോൾ മെറിറ്റിന്റെ പുറത്തുമാണ് ഇത്തരം സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പം നിയമവ്യവസ്ഥയ്ക്കകത്തുള്ള പോരായ്മകളുണ്ട്, അതോടൊപ്പം തന്നെ സർവകലാശാല തലങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഇത്തരം സമിതികൾക്കകത്തുള്ള പോരായ്മകളും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, ഈ ഗ്രാൻസ് വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാൻസ് പലതരത്തിൽ അട്ടിമറിക്കപ്പെട്ട് ആ ഒരു സംവിധാനം തന്നെ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു നിലയിലാണ് ഉള്ളത്. ഈ ഒരു പ്രശ്നം നിതിൻ്റെ ഈ ഒരു മരണത്തെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടിയില്ല. ഈ ഗ്രാൻസ് ഏത് തരത്തിലാണ് ഇപ്പോൾ ഉള്ളത്? ഞാൻ IIT മദ്രാസിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. IIT മദ്രാസിൽ ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും റിസർവേഷനിലൂടെ തന്നെ സർക്കാർ ജോലികൾ നേടിയിട്ടുള്ള വ്യക്തികൾ കൂടിയാണ്. പക്ഷെ IIT മദ്രാസിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഉള്ള വളരെ എലൈറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവരുടെ ജീവിത രീതിയുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. കാരണം ഞങ്ങൾ ആദ്യം ചായ കുടിക്കാൻ പോകുന്ന കോഫി ഡേയിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കോഫി ഡേക്കകത്ത് കയറാത്ത ഒരു മനുഷ്യനാണ്. ഞങ്ങൾ ഹോട്ടലുകളിൽ പോയി ഒരു മസാല ദോശ കറിയാൽ കഴിച്ചു പോരുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പം CCDയിൽ പോയിക്കൊണ്ട് ഒരു ലെമനേഡ് എന്നോ മൊജീറ്റോ എന്ന് പറയുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഞാൻ അവിടെ പോലും ഏലിയനേറ്റ് ചെയ്യപ്പെടുക. ഈ കാസ്റ്റിന്റെ ഭാഷയോടൊപ്പം ക്ലാസ് ചേരുന്ന സമയത്ത് നമ്മൾ ഏലിയനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ എനിക്കൊരിക്കലും അത് ഞാൻ എപ്പോഴും വിചാരിച്ചത് ഇത് എന്നെ എന്തോ പ്രശ്നമാണ്, എനിക്കെന്തോ ഹോം സിക്നെസ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഹോം സിക്നെസ് എൻ്റെ മാത്രം കഥയല്ല. ഈ ഹോം സിക്നെസ് അധ്യാപകരുടെ ഇടയിൽ നിന്ന്, വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന്, ആ സ്ഥലത്തിൻ്റെ ഹാബിറ്റസിൽ നിന്ന് നിരന്തരം നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ സവർണ സമൂഹത്തിൽ നിന്ന് വരുന്ന, ഒപ്രസർ കാസ്റ്റിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അത് വീട് പോലെയാണ് അനുഭവിക്കപ്പെടുന്നത്. കാരണം ഈ പറയുന്ന പൂജകൾ വരുമ്പോൾ മണി അടിക്കുകയും നോട്ടീസ് ബോർഡിന് വരെ കുറി തൊടുകയും ഡെറിഡയെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ റൂമിന് വരെ കുറിയാണ് തൊടുന്നത് വിദ്യാരംഭം തുടങ്ങുന്ന സമയത്ത്. അപ്പം ഈ റോക്കറ്റ് സയൻസ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് മണി അടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലം അവർക്ക് പരിചിതമാണ്. അവരുടെ അഗ്രഹാരങ്ങളോളം പരിചിതമാണ് അവർക്ക് ഈ സ്പേസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ചില വിദ്യാർത്ഥികൾക്ക്, മാർജിനലൈസ് സമൂഹങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്ഥലമെന്നും തോന്നപ്പെടുന്ന ഒരു അവസ്ഥ എന്നതാണ് പലപ്പോഴും പുറന്തള്ളലിന് സാധ്യമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം. ഞാനും 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ ഹൈ കോമ്പീറ്റൻസ് എന്ന് പറയുന്ന വാശികൾ കണ്ടുകൊണ്ടും ഒക്കെ തന്നെ മടുത്തു പോന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അറ്റ്മോസ്ഫിയർ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മളെ പഠനത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഒപ്രസർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അക്കാദമിക അന്തരീക്ഷമാണുള്ളത്. അവർക്ക് അനുകൂലമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഇരട്ടി റിസോഴ്സസ് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ സർവൈവലിൽ തീർച്ചയായിട്ടും പണം അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകമാണ്. ആ ഘടകത്തെ കണ്ടെത്താൻ വേണ്ടി സർക്കാർ നിർബന്ധിതമായി കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇ ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ ഗ്രാൻഡ് എന്ന് പറയുന്നത് കേവലം ഒരു വിദ്യാർത്ഥി, ഇപ്പൊ പലരും പറയാണ് നിങ്ങൾ എന്തിനാ ഇ ഗ്രാൻഡിന്റെ പൈസ വാങ്ങി അവർ നല്ല ചുരിദാറൊക്കെ ഇട്ട് നടക്കാന്ന് പല ദളിത് വിദ്യാർത്ഥിനികളെ കുറിച്ചും പറയുന്നു. നോക്കൂ, നല്ല ചുരിദാർ ഇട്ടിട്ടില്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഡിഗ്നിറ്റിയുടെ അളവുകോൽ എന്ന് പറയുന്നത് ഇത്തരം സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് എത്തപ്പെടാൻ പറ്റാത്ത എല്ലാ മനുഷ്യരും പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇ ഗ്രാൻഡ് സംവിധാനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിക്കൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു ഹാബിറ്റസ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ സംവിധാനത്തെ ഇല്ലാണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഈ സ്ഥാപനങ്ങൾക്കകത്ത് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പ്രത്യേകിച്ച് കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളുടെ ഒക്കെ വരുന്ന ഭൂരിഭാഗം മാർജിനലൈസ് സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കേരളത്തിനകത്ത് ഇ ഗ്രാൻസുമായി ബന്ധപ്പെട്ട് 4-5 കേസുകൾ ഞാൻ ഭാഗമായിട്ടുള്ള ദിശ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിയിട്ട് പോലും ഇ ഗ്രാൻഡ് സംവിധാനത്തിൽ നിന്നുള്ള പൈസ കിട്ടാതെ അതിന് അപ്പീൽ കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഗതികേടുകൾ ഇതേ കേരളത്തിനകത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനും സാമ്പത്തിക സഹായങ്ങൾ CPM അടക്കമുള്ള സംഘടനകൾ ചെയ്യുന്നതിനും കോൺഗ്രസും മറ്റു പാർട്ടികളും ഒക്കെ തന്നെ ഇടപെടുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഇതിനെ കേവലം ഇപ്പോൾ പണം കൊടുത്ത് തീർക്കാവുന്ന ഒരു പ്രശ്നമായിക്കൊണ്ട് കണക്കാക്കാതെ, അതെ ഇതൊരു ചാരിറ്റി ഇഷ്യൂ അല്ല. അവിടെ വീട് വെച്ചുകൊണ്ടോ തീരാവുന്ന ഒരു ചാരിറ്റി ഇഷ്യൂ അല്ല. അനേകം നിധിന്മാർ കേരളത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഒരവസ്ഥ. 45,000 കോളനികൾക്കകത്ത് നിധിന്മാരുണ്ട് എന്നുള്ളതാണ് ഒരവസ്ഥ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി ഇത് ഭൂമിക്ക് പുറത്ത് ദളിതർക്ക് അവകാശമില്ലാത്തതിൻ്റെ, സാമ്പത്തിക സ്രോതസ്സായി സമുദായത്തെ മാറ്റാൻ പറ്റാത്തതിൻ്റെ,
കേരളത്തിൻ്റെ അകത്ത് എംപ്ലോയ്മെന്റിന്റെ അകത്ത് വലിയ രീതിയിലുള്ള വിടവ് ഈ സമൂഹം അനുഭവിക്കുന്നതിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഐസ്ബർഗ് മാത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് സംവിധാനം തച്ചുടയ്ക്കുന്നതിലൂടെ അതിനകത്ത് വരുന്ന ഡിലേ എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഡിലേ ആണ്. സുപ്രീം കോടതി തന്നെ ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ സൂയിസൈഡുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് 2026 പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് കൃത്യമായി പറയുന്നത് 6 മാസത്തിനകം കൃത്യമായി എല്ലാ ഫെലോഷിപ്പുകളും ഡിസ്പേഴ്സ് ചെയ്യപ്പെടണമെന്നും അങ്ങനെ ഡിസ്പേഴ്സ് ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി അത് എഴുതിക്കൊണ്ട് കാര്യകാരണ സഹിതം വിദ്യാർത്ഥികളെ അറിയിക്കണം എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് സുപ്രീം കോടതി പോലും ഇടപെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത് കേവലം സാമ്പത്തിക പിന്തുണയല്ല, അത് മാനസികമായിട്ടുള്ള ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിതം ജീവിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 21 പറയുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള മനുഷ്യനെ തയ്യാറാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പറയുന്ന ഈ ഗ്രാൻഡ് സംവിധാനം. അപ്പോഴും ഈ സർവകലാശാലകൾ പോലും UGC ഗ്രാൻഡ്സിൻ്റെ വിതരണത്തിൽ ഈ പറയുന്ന തരത്തിലുള്ളൊരു സത്യവാങ്മൂലം കൊടുത്തിട്ട് പോലുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അതിനിടയിലാണ് റിസർവേഷൻ നിർത്തലാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലടക്കം ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ? തീർച്ചയായിട്ടും റിസർവേഷൻ എൻ്റെ അഭിപ്രായത്തിൽ നിർത്തലാക്കേണ്ടതാണ്. പക്ഷെ ആ നിർത്തലാക്കേണ്ട റിസർവേഷൻ EWS റിസർവേഷൻ ആണെന്നുള്ളതാണ് സാമൂഹ്യ നീതിയിൽ വിശ്വസിക്കുന്ന സാമൂഹ്യ ബോധമുള്ള ഏത് മനുഷ്യരും പറയാൻ പറ്റുന്നത്. മറ്റ് റിസർവേഷനുകളൊക്കെ തന്നെ നിർത്തലാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. പക്ഷെ ആ പറ്റുന്ന സാഹചര്യം എന്ന് പറയുന്നത് എന്നാണോ, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഒപ്രഷൻ എന്ന് പറയുന്നത് ഒപ്രസറുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. ഒപ്രഷൻ അനുഭവിക്കുന്ന വ്യക്തിയുടെ, ഒപ്രസ്ഡ് ആയിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. ഒപ്രഷൻ അവസാനിക്കണമെങ്കിൽ ഒപ്രസർ ആയിട്ടുള്ള വ്യക്തി വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ തല്ലണ്ട എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാലാണ് എനിക്ക് തല്ല് കൊള്ളാതിരിക്കുക. അല്ലാതെ ഞാൻ തല്ല് കൊള്ളണ്ടെന്ന് വിചാരിച്ചാൽ എവിടെയൊക്കെ ഒളിച്ചാലും തല്ല് ഏതെങ്കിലുമൊക്കെ ഫോമിൽ എന്നെ തേടിയെത്തുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം എന്നാണ് ഈ ഒപ്രസർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ബോധം വെപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുന്നത്? എന്നാണ് അവർ സ്വാംശീകരിച്ചിട്ടുള്ള തെറ്റായ വഴികളിലൂടെ സ്വാംശീകരിച്ചിട്ടുള്ള അധികാര സ്ഥാപനങ്ങൾ, അവരുടെ ജനസംഖ്യയ്ക്ക് ഇരട്ടി നേടിയെടുത്തിട്ടുള്ള പവർ പൊസിഷനുകൾ, ഇതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജനാധിപത്യപരമായി ഞങ്ങൾക്ക് നേടാവുന്നതേ ഞങ്ങൾ നേടുകയുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് ഇന്ത്യക്കകത്തെ ഈ പറയുന്ന മനുഷ്യർ വരികയും ഇന്ത്യയിലെ ഭൂരിപക്ഷമായി വരുന്ന ഈ മാർജിനലൈസ് സമൂഹങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പം ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് പറയുന്ന സാഹോദര്യ ബോധത്തിലേക്ക് ഇവർ എത്തുന്ന ഒരു സാഹചര്യത്തിനകത്ത് മാത്രം നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. നിതിൻ്റെ മരണത്തിൻ്റെ അകത്ത് പോലും കൊണ്ടുവന്നുകൊണ്ട് റിസർവേഷൻ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു വെക്കുന്നവർ ആഗ്രഹിക്കുന്നത് അനേകം നിതിന്മാർ ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രമല്ല, നിതിനെ പോലുള്ള മനുഷ്യർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തേക്ക് കയറി പറ്റരുത് എന്നുള്ളത് കൂടിയാണ്. ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയക്കകത്ത് റിസർവേഷനെതിരായി കമന്റ് ഇടുന്ന ഓരോ വ്യക്തിയും റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഫാൻസി ഡ്രസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതീയത തലപൊക്കുന്നതിൻ്റെ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പോലും അങ്ങനെ ഒരു പ്രതികരണമാണ് വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ജാതീയത തലപൊക്കുന്നു എന്നുള്ളത് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഈ വിഷയത്തിനകത്ത് ഇടതുപക്ഷ സംഘടനകളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളും സ്വീകരിച്ചിട്ടുള്ള ഇടപെടലുകളെ സന്തോഷപൂർവ്വം തന്നെ കാണുന്ന ഒരാളാണ് ഞാൻ. അതേ സമയത്ത് നിഴൽ മന്ത്രിസഭ ആണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലവിലുള്ളത്. അത് വല്ലാത്തൊരു നിഴലായി പോയി എന്നുള്ളതാണ് എനിക്ക് വിഷയത്തിനകത്ത് പറയാനുള്ളത്. അവർ ആ പേരിനെ അന്വർത്ഥമാക്കി. ഈ വിഷയത്തിൽ വല്ലാത്ത ഷാഡോ ആയിപ്പോയി. അവർ ആരുടെ നിഴലായിപ്പോയി എന്നുള്ളത് സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. 5-6 ദിവസം എടുക്കണമോ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിലെങ്കിലും പ്രതികരിക്കാൻ 6 ദിവസങ്ങൾ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്വന്തം മണ്ഡലത്തിനകത്ത് നടന്ന ഒരു സംഭവമാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മളിപ്പോൾ ചോദ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴുള്ള വിഷയം മാത്രമല്ലല്ലോ, ഭൂമി കൈയടക്കിയതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മുൻപ് തലവരിപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ള രേഖകളാണ്. അപ്പം ഇത്തരം ഇതിന്റെ മാനേജ്മെന്റ് ആരാന്ന് ആർക്കും അറിയില്ല. വേറൊരു ഫണ്ണിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവരുടെ സൈറ്റ് ഞാൻ മിഞ്ഞാന്ന് നോക്കുന്ന സമയത്ത് തൊട്ടിട്ട് ഇവരുടെ സൈറ്റ് ബാൻഡ്വിഡ്ത്ത് ലിമിറ്റേഷൻ കഴിഞ്ഞു എന്നാണ്. അതായത് ഈ ഒരു 1000കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ ചേരാൻ വേണ്ടിയിട്ടേ ആഗ്രഹം പ്രകടിപ്പിച്ച്
റാമിന്റെ വിദ്യാർത്ഥികളാവാൻ ആഗ്രഹം പഠിപ്പിച്ച് സൈറ്റ് ജാമായി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് പോലും ഉറപ്പില്ല ആരാ സ്വന്തം അത് മാത്രമല്ല, കുട്ടികളുടെ പ്രതികരണം കേട്ടാൽ ഈ മാനേജ്മെന്റ് ആരാണെന്ന് അറിയില്ല അറിയില്ല. അറിയില്ല. അപ്പം ഒരു ഈ മണ്ഡലത്തിനകത്ത്, മുഖ്യമന്ത്രിയുടെ തന്നെ മണ്ഡലത്തിനകത്ത് ഇത്രയധികം ആംബിക്വിറ്റീസിന്റെ ഇടയിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അനേകം വിദ്യാർത്ഥികളുടെ ജീവിതത്തിനെ കുറിച്ചുകൂടെയുള്ള ഒരു ചോദ്യചിഹ്നമാണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് ഈ ഡിലേ എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള കാര്യം ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ വിദ്യാർത്ഥികൾ, നമ്മുടെ ദളിതരും ആദിവാസികളുമായിട്ടുള്ള വിദ്യാർത്ഥികൾ, പാർശ്വവൽക്കൃതരായിട്ടുള്ള വിദ്യാർത്ഥികൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് എന്നതുകൂടി നമുക്ക് ചർച്ച ചെയ്തു പോകാമെന്ന് വരുന്നു. എനിക്ക് അതിനേക്കാൾ മീൻസ് ഈ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനേക്കാൾ എനിക്ക് വലിയ നിരാശ തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തം സഹപാഠിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി മരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പെർമിഷൻ എടുക്കാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർ എന്ത് തരത്തിൽ പ്രഷറാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ അത്തരം പ്രഷറുകൾക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഇന്ന് കാണുന്ന പല അവകാശങ്ങളും ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യാർത്ഥി സമരങ്ങൾ അങ്ങനെയായിരുന്നു, സമരങ്ങളിലൂടെയാണ് അവകാശങ്ങളൊക്കെ നേടിയെടുത്തത്. തീർച്ചയായിട്ടും. അപ്പം നോക്കൂ, വിദ്യാർത്ഥി സമൂഹം നിശബ്ദമാകുമ്പോൾ അധ്യാപക സമൂഹത്തിനും മാനേജ്മെന്റിനും ഒക്കെ തന്നെ അനീതികൾ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിക്കൊണ്ടാണ് ആ മൗനത്തെ ഉപയോഗിക്കുന്നത്. ചില വിദ്യാർത്ഥികൾക്കൊക്കെ വേണമെങ്കിൽ തോന്നാം, ഞങ്ങൾ വളരെ ന്യൂട്രലായിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഇത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല. ഈ പൊസിഷൻ, ഈ മൗനം എന്ന് പറയുന്നത് കൃത്യമായിക്കൊണ്ട് കുറ്റാരോപിതരായുള്ള വ്യക്തികൾക്കൊപ്പമുള്ള പ്രഖ്യാപനങ്ങൾ കൂടിയാണ്. മരണപ്പെട്ട് കിടന്ന വിദ്യാർത്ഥിക്കൊപ്പമല്ല ഞങ്ങളെന്നും കുറ്റാരോപിതർക്കൊപ്പമാണ് ഞങ്ങളെന്നുമാണ് ഈ നിശബ്ദത വെളിവാക്കുന്നത്. ഈ നിശബ്ദത കൊണ്ട് നിങ്ങളുടെ ഭാവി ഏതെങ്കിലും രീതിയിൽ സുരക്ഷിതമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. നാളെ നിതിനോട് ചെയ്ത അതേ ക്രൂരതകൾ ഇതിലേത് വിദ്യാർത്ഥികളോടും ചെയ്യുവാനുള്ള ലൈസൻസ് ആയിക്കൊണ്ടും നാളെ ഞങ്ങൾ എന്ത് വൃത്തികേട് ചെയ്താലും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും ക്യാമ്പസിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ് മാനേജ്മെന്റിന് ലഭിക്കുന്ന ഈ നിശബ്ദതയിലൂടെ സംഭവിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തന്നെ, ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാർ മാർക്സിസ്റ്റ് സിദ്ധാന്ത പ്രകാരം ഏറ്റവും അധികം ഒരു കാലത്ത് എതിർത്തിട്ടുണ്ടായിരുന്ന നവലിബറൽ പോളിസിയുടെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സങ്കല്പങ്ങളെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുണ്ടായിരുന്നതിനെ കഴിഞ്ഞ മന്ത്രിസഭയ്ക്കകത്ത് കൃത്യമായി തിരിച്ചു കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. നോക്കൂ, സർക്കാർ സർവകലാശാലകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യമായിട്ടുള്ള മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്ക് ഇത്രയധികം സർക്കാർ സൂപ്പർവിഷൻ ഉള്ള സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുന്ന നയം നടപ്പിലാക്കുന്നതിലൂടെ ഇതിന് ഇരട്ടി ആത്മഹത്യകളും ഇരട്ടി വിദ്യാർത്ഥി സമൂഹത്തിന്റെ അടിച്ചമർത്തലുകളിലേക്കും ഈ പറയുന്ന കൂട്ടമായി ആക്രമിക്കുന്ന സ്റ്റാഫ് റൂം എന്ന് നിതിൻ പറഞ്ഞു വെച്ച പോലെ തന്നെ കൂട്ടമായി ആക്രമിക്കുന്ന സർവകലാശാല സംവിധാനത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കകത്ത്, പ്രൈവറ്റ് ആയിട്ടുള്ള ഇത്തരം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്കകത്ത് കേരളത്തിനകത്ത് നിന്ന് ഗ്രാന്റ് സംവിധാനങ്ങൾ പോലെ സമാനമായി സാമ്പത്തിക സഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നഴ്സിംഗ് മേഖലയിലേക്ക് അനേകം ദളിത് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന 1-2 വിദ്യാർത്ഥികൾ ഞങ്ങൾ ഇടപെട്ട വിഷയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൊരി വെയിലത്ത് മുട്ടുകുത്തിച്ച് നിർത്തുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടികളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു കൊടുക്കില്ല കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്താൽ എന്ന ഭീഷണിയിലാണ് 2-3 വർഷം ആ വിദ്യാർത്ഥികൾ നിൽക്കുന്നത്. തലച്ചുമട എടുത്തിട്ടും കൂലിപ്പണി എടുത്തിട്ടും തങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളോട് ഇത് പറയാൻ വേണ്ടി പറ്റാത്ത മാനസികാവസ്ഥയിലാണ് ആ വിദ്യാർത്ഥികൾ നിൽക്കുന്നത്. അങ്ങനെ 2-3 വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാതൃകകളാണ് പലപ്പോഴും കേരളത്തിലേക്കും റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരാൻ പോകുന്ന വലിയ അപകടം എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എന്തുതരം വിദ്യാഭ്യാസമാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ചോദ്യം. അതെ, ഉറപ്പായിട്ടും. വിജയമാഷാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്, പഠിക്കാനൊരു സമയം സമരത്തിനൊരു സമയം, അങ്ങനെ 2 സമയങ്ങളില്ല എന്നുള്ളത് കൃത്യമായിട്ട് മാഷും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന രോഹിത് വെമുല തന്നെ പറഞ്ഞു വെച്ച എൻ്റെ ജനനം തന്നെയാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്ന അല്ല, മൈ ബർത്ത് ഈസ് എ ഫേറ്റൽ ആക്സിഡന്റ് എന്ന് രോഹിത് വെമുല പറഞ്ഞു വെച്ചതും ഒരു വ്യക്തിയുടെ എല്ലാ സ്വത്വങ്ങളെയും ചുരുക്കിക്കൊണ്ട് ഒരു നമ്പർ ആക്കിക്കൊണ്ട് ഈ വ്യക്തിയെ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അതേ സാഹചര്യമാണ് നിതിൻ്റെ കാര്യത്തിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. നിതിൻ ഒരു വാടക വീട്ടിനകത്തേക്ക് ഭൂമിയില്ലാത്തൊരവസ്ഥയിലേക്ക് ജനിച്ച് വീഴപ്പെട്ടതും നിതിന്
ഈ പുഴുത്ത പട്ടി എന്നതടക്കമുള്ള അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നതും നിതിൻ കൃത്യമായിക്കൊണ്ട് ഇന്ത്യക്കകത്തെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ജനിച്ചത് കൊണ്ട് തന്നെയാണ്. മറ്റൊരു വിദ്യാർത്ഥിക്കും ഇത്ര കൂടിയ അധിക്ഷേപത്തിന് ഇടയിലൂടെ കടന്നു പോകേണ്ടി വരിക എന്നുള്ളത് വരേണ്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. ID കാർഡ് പിടിച്ചുകൊണ്ട് നിതിൻ്റെ അച്ഛൻ നിരന്തരം കരഞ്ഞുകൊണ്ട്, ബോഡിക്കടുത്ത് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വിട്ട കുട്ടിയുടെ താടിക്കും കണ്ണിനുമൊക്കെ എന്ത് പറ്റി, തലയ്ക്കുമൊക്കെ എന്ത് പറ്റിയെന്ന് ആർത്ത് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മാതാപിതാക്കൾ, സാധാരണക്കാരായ മാതാപിതാക്കൾ വിദ്യാർത്ഥികളെ വിടുന്ന സമയത്ത് തിരിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ബോഡികളായിട്ടല്ല മനുഷ്യന്മാർ തിരിച്ചു കയറേണ്ടത്. മറിച്ച് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിക്കൊണ്ട് മികച്ച ഡോക്ടർമാരും എഞ്ചിനീയർമാരും അംബേദ്കർ അയ്യങ്കാളി സ്വപ്നം കണ്ട പോലെ BA-ക്കാരും ഒക്കെ ആയിട്ടാണ് ഇവർ തിരിച്ച് കയറി ചെല്ലേണ്ടിയിരുന്നത്. അങ്ങനെ തിരിച്ചു കയറേണ്ട മനുഷ്യരെയാണ് ഇങ്ങനെ ഇല്ലാണ്ട് ആക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ്. നമ്മൾ ആരും തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അവ അറവുശാലകളാണെന്ന് കരുതിയിട്ടല്ല എന്നുള്ളതാണ്. അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ അടിസ്ഥാനപരമായി അംബേദ്കർ പറഞ്ഞ പോലെ എല്ലാ കാലത്തും നിങ്ങളെ പിന്തുടരുന്ന ജാതി ഇന്ന് അദൃശ്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ അദൃശ്യതയെ കൃത്യമായി തിരിച്ചറിയുകയും അടയാളപ്പെടുത്തുകയും അതിനെതിരെയുള്ള സംവിധാനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുകയും തന്നെയാണ് വേണ്ടത്. റാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ലെന്നും അത് കേരള സമൂഹത്തിനകത്തുള്ള അനേകായിരം വ്യക്തികളാണെന്നും നവോത്ഥാനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും ചോർത്തിക്കൊണ്ട് കേരളം പിന്നോട്ട് നടക്കുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് റാം എന്ന് പറയുന്ന അധ്യാപകൻ.